സിപിഐഎമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതാക്കന്മാർ എന്ത് പ്രസംഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ബിജെപിയുടെ ഇവിടുത്തെ കുറച്ച് നേതാക്കന്മാരല്ല. ബിജെപി പല സ്ഥലത്തുമുണ്ട്. പഞ്ചായത്ത് തന്നെ 2 സ്ഥലത്താണ് നിങ്ങൾക്ക് പ്രധാനമായി സ്വാധീനമുള്ളത്. അതിലൊന്ന് വഴിയാണ്. സ്വാധീനമുള്ളിടത്ത് മറ്റാരെയും പ്രവർത്തിക്കാനും ഇത്തിരി കുറച്ചാൽ മതി സഹോദരൻ, പ്രസംഗിക്കാനും അനുവദിക്കില്ല എന്നതാണ് നിലപാടെങ്കിൽ ഞങ്ങൾ അത്തരം സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ കയറി ഇടപെടാൻ പണ്ടേ താൽപര്യവും ആവേശവും കാണിച്ച പ്രസ്ഥാനമാണ്. ഞങ്ങൾ എന്ത് പ്രസംഗിക്കണം എന്ന് തീരുമാനിക്കാൻ നിങ്ങളല്ല, നിങ്ങൾ എന്ത് പ്രസംഗിക്കണം എന്ന് ഞങ്ങളും തീരുമാനിക്കില്ല. ഞാൻ കുറച്ചു കാലം മുമ്പ് ഇവിടെ ഒരു പൊതുയോഗത്തിന് വന്നിരുന്നു. 2008 എന്റെ ഓർമ്മ, ഒരു 8 കൊല്ലം മുമ്പ്. അന്ന് പ്രസംഗിക്കുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ സംബന്ധിച്ച് എന്തോ ഒരു പരാമർശം നടത്തി. ശ്രീകൃഷ്ണൻ ദൈവമാണ്. ഇന്നത്തെ പൊതുയോഗത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും പരാമർശം നടത്തിയാൽ ഓൻ വിവരം അറിയുന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടു. ഞാനിവിടെ 2 മണിക്കൂറിലധികം പ്രസംഗിക്കും. ഒറ്റ തന്തയ്ക്ക് ജനിച്ച RSSന്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മര്യാദയ്ക്ക് ജനിപ്പിച്ച വേണ്ടിനർത്ഥം മാറ്റമില്ലാതെ പറയാൻ കഴിയുന്ന ഏതെങ്കിലും കൊലയാടി മക്കൾ RSSലുണ്ടെങ്കിൽ ഞാൻ ഈ പ്രസംഗിച്ച് തീരുന്നതുവരെ നിങ്ങൾക്ക് അവസരമുണ്ട് എന്നെ കൊല്ലാം. ഞാൻ അന്തരിച്ചു പോയ മാഷയുടെ വീട്ടിൽ നിന്ന് ഒരു ചായയും കുടിച്ച് ഒരു 10 മിനിറ്റ് അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ നാട്ടിലേക്ക് പോകും. പുളിക്കൽ മുതൽ പെരുമണ്ണ വരെയുള്ള 17 കിലോമീറ്റർ ഉണ്ട്. നല്ല തന്തയ്ക്ക് പുറന്ന RSS അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിർത്താം, എന്നെ തല്ലാനോ കൊല്ലാനോ. നിങ്ങളിപ്പോ എന്താ ചങ്ങായിമാരെ വിചാരിച്ചു? ഞാൻ 8ാം ക്ലാസ് പോയപ്പോൾ തുടങ്ങിയ കച്ചവടം. എനിക്ക് 47 വയസ്സായി. ഇവിടെ ഒരു ബൈടെക് കഴിഞ്ഞ 2 മന്ദബുദ്ധികൾ വിവരമില്ലാത്ത കഴുതകളുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓന്റെ തെമ്മാടിത്തം കേട്ട് മെക്കെട്ടേറുകൾ വിചാരിക്കണ്ടട്ടോ. ഇന്നലെ ഞാൻ ചെറുവാഞ്ചേരിയിലായിരുന്നു പൊതുയോഗം. രാവിലെ നാദാപുരത്തൊരു കുടുംബസംഗമം, ഉച്ചയ്ക്ക് കുറ്റിയാടിയിൽ 3 മണിക്കൊരു കുടുംബസംഗമം, 6 മണിക്ക് ചെറുവാഞ്ചേരി കല്ലുവളപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഡിവൈഎഫ്ഐയുടെ ഒരു ചെറിയ ആഫീസ് ഉദ്ഘാടനം. 8 തവണ ഞങ്ങൾ ആഫീസ് ഉണ്ടാക്കി. 9ാമത്തെ തവണയപ്പം ഉണ്ടാക്കുന്നത്. എന്ന് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യോ അന്ന് രാത്രി ബിജെപിക്കാർ ബോംബെറി. സഖാവ് OK വാസുമാഷുടെയും സഖാവ് അശോകന്റെയും നാടാണ് ഈ ചെറുവാഞ്ചേരി പാനൂർ ഏരിയയിൽ. ഞങ്ങൾ ആ പൊതുയോഗത്തിൽ ഇന്നലെ ആ ഓഫീസ് വീണ്ടും ഉദ്ഘാടനം ചെയ്ത് 9ാമത്തെ തവണ. അവിടെ നിൽക്കുന്നൊന്നും ഉറപ്പില്ല, കാരണം RSSന്റെ തെമ്മാടികൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലം. 8 തവണ ബോംബ് വെച്ച് ഡിവൈഎഫ്ഐ ആഫീസ് തകർത്ത സ്ഥലത്ത് 9ാമത്തെ തവണ പാർട്ടി ആഫീസ് ഉദ്ഘാടനം ചെയ്യാൻ പോവാൻ എനിക്ക് ആക്കമുണ്ട്, എന്റെ പ്രസ്ഥാനത്തിന് ശക്തി ഉണ്ടെങ്കിൽ പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തിരിഞ്ഞു കളിച്ചാൽ ഞങ്ങളിത് നിർത്തുമെന്നാണ് വിചാരിച്ച്. അത് വേണ്ട. അതുകൊണ്ട് എല്ലാ ഭാഷയിലും ഞങ്ങൾ പറയുകയാണ്, RSSന്റെ ആക്രമണം ഭീഷണി കേട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തനം അവസാനിപ്പിക്കില്ല. ഇനി ഇന്നലെ പ്രതിനിധി സമ്മേളനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നവരെ അങ്ങാടിയിൽ വെച്ച് തല്ലാനും തോണ്ടാനും മാന്താനും ഒക്കെ ചില ആലോചനകൾ നടത്തിയല്ലോ. അപ്പൊ ഞാനങ്ങ് പോയി ആയിരിക്കാം. ഇനി ഇവിടെയുള്ള ഏതെങ്കിലും കുട്ടികളുടെ സഖാക്കളുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ ദേഹത്ത് എന്തെങ്കിലും വികൃതി കളിക്കണം എന്നാണ് നിങ്ങൾ ആലോചിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. ഡിവൈഎഫ്ഐക്കാർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു സ്വഭാവമുണ്ട്. ഇവിടുന്ന് ഏതെങ്കിലും തരത്തിൽ അക്രമം കളിച്ച് ഞങ്ങളെ ആക്രമിച്ച് അവസാനിപ്പിച്ചു പോകാം എന്നാരെങ്കിലും ആഗ്രഹിച്ചാൽ ആ സ്വഭാവം സംബന്ധിച്ച് നല്ലവണ്ണം ഒന്ന് ആലോചിക്കുന്നതും അടുത്തുള്ള ആളുകളോടൊപ്പം ഒന്ന് അറിഞ്ഞ് ആലോചിച്ച് മനസ്സിലാക്കി വെക്കുന്നതും നല്ലതാണ്. ശരി, ഞാൻ പറയുന്നത്. ഇനി ഞങ്ങളുടെയൊക്കെ മെക്കെട്ട് കയറി നിങ്ങൾ പൊതുയോഗം വെച്ചോ, അതിലൊന്നും കുഴപ്പമില്ല. അപ്പൊ ഇന്നലെ നിങ്ങൾ യോഗം ചേർന്നപ്പോൾ മുഖ്യ ശിക്ഷക് പറഞ്ഞില്ലേ ശശികലയെ കൊണ്ടുവരണമെന്ന്? ഓരെ കൊണ്ടുവന്നു. നല്ല പൊതുയോഗം നടത്തിക്കോളൂ. അതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ആ പൊതുയോഗത്തിന് ശേഷം കഴിയുമെങ്കിൽ ഞങ്ങൾ തന്നെ വരാം, ഞാൻ തന്നെ വരാം ശശികലയ്ക്ക് മറുപടി പറയാം. അതിന് പ്രശ്നമില്ല. പൊതുയോഗം ഞങ്ങൾ നടത്തുക, നിങ്ങൾ നടത്തുക, നാട്ടുകാർ കേൾക്കട്ടെ. ശശികല പറയുന്നതാണോ ശരി, ഡിവൈഎഫ്ഐ പറയുന്നതാണോ സത്യം, ഒരു തീരുമാനിച്ചോട്ടെ. അതൊന്നും ഞങ്ങൾക്ക് വിരോധമില്ല. അല്ലാതെ ഡിവൈഎഫ്ഐക്കാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ശാരീരികമായി ആക്രമിച്ച് കണ്ണുരുട്ടി പേടിപ്പിച്ച് വായടച്ചു കളയാം, കൈകൾ കെട്ടിക്കളയാം എന്നാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ആ പണിക്ക് വരുന്നതിന് മുമ്പ് ഐവർ മഠത്തിന്റെ നമ്പർ ഞാൻ തരാം. ചത്ത കുഴിച്ചിടാൻ വരുന്നവരവര് ആ നമ്പർ ഒന്ന് അച്ഛനോടോ പെങ്ങളോടോ ഭാര്യനോടോ എഴുതി വെക്കാൻ പറയും. കാരണം ഇപ്പം ചത്തുപോയാൽ പിന്നെ വിളിക്കാൻ ഓരാണ്ടാവുക.
ചന്ദനമുട്ടിക്കുള്ള പൈസയും പിരിച്ച് RSSന്റെ ശാഖയിൽ കൊടുത്തേക്ക്. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. ഡിവൈഎഫ്ഐയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖാവിന്റെ ശരീരത്തിൽ RSSന്റെ ഭാഗത്ത് നിന്ന് ഒരു തരി മണല് വീണാൽ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റായാൽ, തീപ്പൊരി ചിതറിക്കി കാട്ടുതീയായാൽ അതിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കില്ല. ഇതിനെക്കാട്ടും വലിയ കാലിന്റെ മടക്കിൽ വിചാരിച്ചു വെച്ച കുറെ എരപ്പന്മാരുള്ള നാടാ കണ്ണൂര്. അവിടെ ഞങ്ങൾ നിർത്തിയിട്ടില്ല ചങ്ങായിമാരെ കച്ചവടം. മറ്റന്നാൾ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ വിഡ്ഢിത്തം പുലമ്പുന്ന തെമ്മാടിയായ RSS നേതാവിന്റെ രക്തസാക്ഷി ദിന 1-ാം തീയതി. ഓനെങ്ങനെ ചത്തതെന്ന് നിങ്ങൾക്കറിയില്ലേ? ഞാൻ വിശദീകരിക്കുന്നില്ല. ജയകൃഷ്ണന്റെ അപ്പി ചാടിക്കിടക്കാൻ കപ്പാസിറ്റി ഇല്ല ഇവിടെയുള്ള ബൈട്ടക്ക് 2 എന്നിട്ടോ ഇങ്ങോട്ട് മെക്കത്ത് കയറുക. കണ്ണൂരിൽ ജയകൃഷ്ണനെ എതിർക്കാൻ തീരുമാനിച്ച, ശക്തമായി പ്രതിരോധിക്കാൻ തീരുമാനിച്ച ശക്തിയുള്ള ചെങ്കൊടി പ്രസ്ഥാനത്തിന്, രക്തനക്ഷത്രാങ്കിയുടെ ശുഭ്ര പതാകയുടെ സംഘടനയ്ക്ക് ഇവിടെയുള്ള 4 മുറിച്ചുത്തികൾ RSSന്റെ തെമ്മാടികളും നെഞ്ചു വിരിച്ചാൽ, കണ്ണുരുട്ടിയാൽ, മുട്ടുപുറയ്ക്കാനും മൂത്രമൊഴിക്കാനും തൽക്കാലം സമയമില്ല. വീട്ടിൽ ഞാൻ ഭാര്യയോട് ചോറ് വിളമ്പി വെച്ചോ, കുളിക്കലെ പൊതുയോഗം കഴിഞ്ഞിട്ട് 9:15 തിരിച്ചെത്തിക്കോളാം, ചൂടാർന്നേന്റെ മുമ്പ് തിന്നോളാം എന്ന് പറഞ്ഞിട്ടില്ല എരപ്പന്മാരെ. അതുകൊണ്ട് എന്ത് തെമ്മാടിപ്പം നിങ്ങൾ കാണിച്ചാലും അതിനെതിരായി അതേ നാണയത്തിൽ തിരിച്ചടി നൽകാൻ എന്റെ പ്രസ്ഥാനം, എന്റെ അരുമകളായ സഖാക്കൾ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർ എത്ര ആൾ മരിച്ചിട്ടുണ്ട് നിങ്ങളെ കൊലക്കത്തിക്കരിയായി. അതുകൊണ്ട് ഈ പണി നിർത്തിയോ ഞങ്ങൾ? ഫിഡൽ കാസ്ട്രോന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ, ഒരു രക്തസാക്ഷിയിൽ നിന്ന് 1000 വിപ്ലവകാരികൾ ഉയർന്നു വരും എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇനി അത് നീട്ടി പറയുന്നില്ല. ഞാൻ എന്റെ ഒരു കുടുംബക്കാരുടെ അടുത്തുണ്ട്. വളരെ ചെറുപ്പത്തിൽ ഞാൻ ആ വീട്ടിലൊക്കെ വരുമ്പം എന്റെ വീട്ടിൽ, ആ കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ സുഹൃത്തുക്കളായി നിന്ന ആളുകൾ ഉൾപ്പെടെ ഈ ഭീഷണിയുടെ മുന്നിലുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. മൂപ്പരിപ്പോഴും കുട്ടിയാണെന്നാ തോന്നുന്നത്. പേരിൽ കുട്ടി ഉണ്ടിച്ച് വലിപ്പം വെച്ച വിവരം വെക്കണ്ടോ? അത് വേണ്ട. പേരിന്റെ അവസാനം ഒരു കുട്ടിയുണ്ട്. ഇതങ്ങനെ എന്നും കുട്ടിയാ, ഉടപ്പനക്കൽ തൈ വെച്ചായിരിക്കുക. വലുതാവണ്ടേ? വലുതായാൽ വിവരം വെക്കണ്ടേ? അതുകൊണ്ട് കുട്ടിയും വേണ്ട, തന്തയും വേണ്ട, കാരണന്മാരും വേണ്ട. സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം ചേവായൂരിൽ വേണം, ചെറുകാവിൽ വേണം, കുളിക്കൽ വേണം. അതിന് എന്തും സഹിക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും ഡിവൈഎഫ്ഐ തയ്യാറാണ്. പക്ഷേ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം, ശരിയുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശം, ഇതെല്ലാം നിഷേധിച്ചാൽ ഞങ്ങൾ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്ന വസ്തുത ഒരിക്കൽ കൂടി ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. RSSന് കൊല്ലാനേ അറിയൂ. കമ്മ്യൂണിസ്റ്റുകാർക്ക് ചാകാൻ മാത്രമല്ല, കൊല്ലാനും ചാവാനും മടിയില്ലാത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഡിവൈഎഫ്ഐയും. ഒന്നിന് പേടി കേൾക്കുന്നുണ്ട്, കൊല്ലാനേ ധൈര്യമുള്ളൂ, ചാവാൻ പേടിയ. അതുകൊണ്ടാണ് ഇവിടുന്ന് ബൈഠക്കിന്റെ സ്ഥിതി അറിയുന്നത്. നിങ്ങൾക്കറിയാം, ചില 2 ഉണ്ടല്ലോ ഇവിടെ ബൈഠക്ക്. ആളത്തേതൊന്നും ഞാൻ പറയുന്നില്ല. നന്നായി പകൽ വെളിച്ചത്തിൽ തല്ല് നടന്നിടത്തുനിന്ന് ബൈഠക്ക് മണ്ടിയിട്ടുണ്ട്. മണ്ടുമ്പം ചൊല്ലിയ പദ്യമുണ്ട് സംസ്കൃതത്തിൽ, യഥാ കർമ്മേണ ക്ഷിപ്ര ചലോ. അതിന്റെ മലയാളം എന്താ പറയുന്നത്? യഥാ കർമ്മേണ എന്ന് പറഞ്ഞാൽ അവനാന്റെ കഴിവിനനുസരിച്ച്, ക്ഷിപ്ര ചലോ എന്നല്ല പെരേക്ക് മുറുക്കി മണ്ടുക. അതാണോ പാടിയത്? ഇവിടെ അങ്ങനെ കുട്ടികളോട് വമ്പത്തിറങ്ങി ഈ കുളത്തിന്റെ പക്കത്ത് ഇങ്ങനെ മസിൽ പിടിപ്പിച്ച് നിൽക്കണ മാതിരിയല്ല. ഒരു കഥയൊക്കെ ഉണ്ടെന്നില്ല. അതുകൊണ്ട് ഓരോന്നും കണ്ടുങ്ങൾ വമ്പത്തിറക്കണ്ട. കാരണം അവനാ കൊടുത്ത അവനാണ് തിരിച്ചു കിട്ടുക. അവനിവിടെ ഉണ്ടാവില്ല, വണ്ടി കയറും. അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. സമാധാനപരമായ, സ്വാസ്ഥ്യപൂർണമായ, സ്വൈര്യസമ്പന്നമായ രാഷ്ട്രീയ പ്രവർത്തനം ഈ മണ്ണിന്റെ മണ്ഡലത്തിൽ സംഭവിക്കാൻ ഡിവൈഎഫ്ഐ എന്തു ചെയ്യണോ അത്രയും ഞങ്ങൾ താഴാം. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും BJPക്കാരും മാത്രമല്ലല്ലോ, ഒരു പാർട്ടിയിലും പെടാത്ത നല്ല മനുഷ്യരുണ്ടാവില്ലേ? BJPയിൽ തന്നെ നല്ല മനുഷ്യരുണ്ടാവില്ലേ? അവരോടും സമാധാന പ്രേമികളോടും ഡിവൈഎഫ്ഐ പറയാണ്, ഈ നാട് സമാധാനപരമായി പോകാൻ എന്തു വേണമോ അതെല്ലാം ഞങ്ങൾ സഹിക്കാൻ തയ്യാറാണ്. പക്ഷേ കാലു പിടിച്ച് അരുതെന്ന് പറയുന്നവന്റെ മുഖത്തേക്ക് കാലുമടക്കി തൊഴിക്കുന്ന കുടിലതയുടെ മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ ഞങ്ങൾ ജീവനുള്ളിടത്തോളം കാലം സന്നദ്ധമല്ല. ശരി പറഞ്ഞാൽ ശിരസറ്റുപോകുമെങ്കിലും ശരിയേ പറയൂ എന്ന് ശാഠ്യം പിടിക്കുന്ന പ്രസ്ഥാനമാണ് ഡിവൈഎഫ്ഐ. അത് എല്ലാ കാലത്തും എന്നതുപോലെ തുടർന്നും ഈ നാട്ടിലുണ്ടാകും. ഞാൻ പറഞ്ഞത് BJPക്കാർ വിട്ടുകൊണ്ട, ഒരിയപ്പെടാനൊക്കെ ഉണ്ടല്ലോ തിരിച്ചടിക്കുമല്ലോ. ഞാൻ 9:30 മണി വരെ ഇവിടെ പ്രസംഗിക്കും, 2-2.5 മണിക്കൂർ. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് വന്നോളൂ. ഇനി ദൂരത്തുനിന്ന് എറിയാൻ പറ്റിയ സാധനം ഉണ്ടെങ്കിൽ അതൊന്നും നിങ്ങളെ കയ്യിൽ ഉണ്ടാവാൻ പോണില്ല. ഏടുന്നുണ്ടാവാൻ 3 റുപ്യന്റെ പടക്കത്തിന്റെ മേലോട്ട് എന്തെങ്കിലും കണ്ടുണ്ടെങ്കിൽ
നിങ്ങൾ വിചാരിച്ച കച്ചവടമൊക്കെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞളിക്കണം, നിങ്ങൾക്ക് മാത്രം തിരിയാന്ന്. അപ്പൊ ദൂരത്തുനിന്ന് അറിയാനുണ്ടെങ്കിൽ പൊടിയന്റെ മുകളിലടി കയറി എറിഞ്ഞാലും മതി. ഡിവൈഎഫ്ഐയുടെ വേദിയിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ RSSന്റെ തെമ്മാടികളുടെ അക്രമത്തിൽ മരിച്ചു വീണാൽ ആ ചെമ്പതാകയിൽ പൊതിഞ്ഞ് എന്റെ മൃതശരീരം പാർട്ടിയുടെ ആഫീസിൽ അന്ത്യദർശനത്തിന് വെക്കുന്നത് അഭിമാനപരമായി കാണുന്നവരാണ് ഞങ്ങളെപ്പോലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും. അതുകൊണ്ട് നിങ്ങൾ ബേജാറും വെപ്രാളും ഉണ്ടാക്കണ്ട, നമുക്ക് മര്യാദക്ക് കാര്യങ്ങൾ പറഞ്ഞു പോവാം. എല്ലാ വലതുപക്ഷ മാധ്യമ മൂടിക്കുട്ടന്മാരും നമുക്കെതിരാണ്. മനോരമ, മാതൃഭൂമി, വീക്ഷണം, ചന്ദ്രിക, കൗമുദി, ദീപിക, വർത്തമാനം എല്ലാം നമുക്കെതിരാണ്. മനോരമയുടെ ലേഖകൻ നമുക്കെതിരാണ് എഴുതുന്നതെങ്കിൽ അവന്റെ പേനയുടെ അഗ്രം മഷിയുടെ കുപ്പിയിലല്ല മുക്കുക, ടാറിന്റെ വീട്ടയിൽ കലക്കി വെച്ച കരിയോലിലേക്ക് ഒലക്കേന്റെ മൂടാൻ മുക്കുക, എന്നിട്ട് അതുകൊണ്ടാണ് എഴുതുക. മാതൃഭൂമിയും പുറകിലല്ല. ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരുത്തിന്റെ പിന്നാമ്പുറത്തൊരു മൂരി കുത്തിയാൽ കുത്തിയ മൂരിയുടെ ഉടമയ്ക്ക് CITU മെമ്പർഷിപ്പ് ഉണ്ടോ എന്ന് ഗവേഷണം നടത്താൻ പ്രാദേശിക ലേഖകനെ ചെല്ലും ചെലവും കൊടുത്ത് പറഞ്ഞയക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് തെല്ലും പുറകോട്ട് പോയിട്ടില്ല മാതൃഭൂമി. ഏഷ്യാനെറ്റും പുറകിലല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ 5 ദിവസം ചർച്ചയാണ് TV-യിൽ. നമ്മളെ പാർട്ടിയെ കുറിച്ചാ ചർച്ച. അതായിക്കോട്ടെ, വേറെ പാർട്ടിയെ പറ്റി ചർച്ച ചെയ്യാനില്ല, മുതല് വേണ്ടേ. ഇപ്പൊ ഇവിടെ ഒരു റോഡ് വെട്ടുമ്പോൾ കൂടുതൽ സ്ഥലം ആരൊക്കെ പോവുക? കൂടുതൽ സ്ഥലമുള്ളവരും. അതിന് പോകാൻ ബേജാറായിട്ട് കാര്യമില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി നമ്മളെ പാർട്ടിയാണ് DYFI. അപ്പൊ ഞങ്ങളെ കുറിച്ച് തന്നെ പറഞ്ഞോളൂ. പക്ഷെ നമ്മുടെ സംഭവം സംബന്ധിച്ച് ചർച്ച നടത്തുന്ന എന്താ സ്ഥിതി? അവതാരകൻ നമ്മളെ പാർട്ടിയുടെ ഒരാള്, നമ്മളെ എതിർക്കാനുള്ള പാർട്ടിയുടെ ഒരാള്, ഇത് വേണം. ഈ 3 ആളെ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ക്യാമറ 4ാമത്തോന്റെ മുഖത്തേക്ക് പോവുക. അതാരാ? ഇടതുപക്ഷ ചിന്തകൻ, മാധ്യമ വിശകലന വിശാരദൻ, സാമൂഹ്യ നിരീക്ഷണ പടു, മുൻ കമ്മ്യൂണിസ്റ്റ്. അമ്മേ, ആരപ്പം എന്താന്ന് പറയുന്നത്? ഓൻ തന്നെ വന്നിട്ടെന്ന് പറയാം. ആണ്ടിയേട്ടൻ നല്ല കല്യാണമാണ്, 2 ആളാ പറയുന്നത്. ഒന്ന് ജാനകിയെത്തി, അത് ആണ്ടിയുടെ ഭാര്യയാണ്. പിന്നെ പ്രശാന്തൻ, അത് മൂപ്പര മോന. വേറൊരു കുട്ടി പറയുന്നില്ല. ഇവൻ തന്നെ വന്നിട്ടെന്ന് പറയാം, ഞാൻ ഇടതുപക്ഷ ചിന്തകനാണ്, സാമൂഹ്യ നിരീക്ഷകനാണ്, മാധ്യമ വിശാരദനാണ്, മുൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന്. കോൺഗ്രസിനെ കുറിച്ചുള്ള ചർച്ചയിൽ നിങ്ങൾ എന്താ ചെറിയാൻ ഫിലിപ്പിനെ വിളിക്കാത്തത്? എന്താ അങ്ങനെ ഷാഹിദ കമാലിന്റെ നമ്പർ ഇല്ലാഞ്ഞിട്ട് ഓരെ വിളിക്കാത്തത്? മുൻ കോൺഗ്രസ് അല്ലേ അവര്? നമ്മുടെ പാർട്ടിയെ കുറിച്ചുള്ള ചർച്ചയിൽ മുൻ കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്നവർ കോൺഗ്രസിലുള്ള ചർച്ചയിൽ ഷാഹിദ കമാലിനെ, ചെറിയാൻ ഫിലിപ്പിനെ എന്താ വിളിക്കാത്തത്? BJPയെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ എന്താ OK വാസുമാഷ വിളിക്കാത്തത്? എന്താ സുധീഷ് മുനിയെ വിളിക്കാത്തത്? എന്താ കൂത്തുപറമ്പിലെ അശോകനെ വിളിക്കാത്തത്? ഇനി നാളെ മുതൽ വിളിക്കാൻ ഒരാളുണ്ടല്ലോ തിരുവനന്തപുരത്ത്, ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാവ് P. പത്മകുമാർ. ഇന്നലെ മുതൽ നമ്മുടെ പാർട്ടിയില. ഇവരുള്ളവരൊക്കെ ഇതിലേക്ക് പോരാട്ടോ. അപൂർവം ചിലരൊക്കെ നമ്മുടെ പാർട്ടിയിൽ BJP ചെയ്യുന്നുണ്ട്. അതൊക്കെ ഞെളിയമ്പറമ്പിൽ പുറണ്ടാക്കുന്നതോട് പറഞ്ഞിട്ട് കാര്യം നമ്മൾ അതവർക്ക് സ്വീകരിച്ച് പറയുന്നില്ല. RSSനുള്ള ചർച്ചയിൽ വാസുമാഷില്ല, സുധീഷ് ഇല്ല, പത്മകുമാറില്ല, സഖാവ് അശോകനില്ല, BJPയിൽ നിന്നും വിട്ടുപോകുന്നവരില്ല. മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള ചർച്ചയിലോ എന്താ നിങ്ങൾ കൈറ്റി തെക്കേപ്പാട്ട് ജലീലിനെ വിളിക്കാത്ത? നമ്മളെ മന്ത്രി മൂപ്പരൊന്ന് വിളിച്ചൂടെ? ലീഗിന്ന് പോന്നതാണല്ലോ മൂപ്പര്. ഗുജറാത്ത് ഫണ്ടിന്റെ കണക്ക് ചോദിച്ച് ബക്കാത്തയിൽ ഇറങ്ങിയിട്ട് കുഞ്ഞാലിക്കുട്ടിയോട് ജലീൽ ചോദിച്ചു, നമുക്ക് ആ കണക്കൊന്ന് വെച്ചൂടെ ഗുജറാത്ത് ഫണ്ടിന്റെ? ജലീലെ, അത് നമ്മൾ വലിയ അക്ഷരത്തിൽ DTP എടുത്ത് നടുത്തളത്തിൽ, എവിടെ പുറത്തലക്കൽ തറവാട്ടിന്റെ നടുമുറിയിൽ ഇരുമ്പ് പെട്ടി ഉറുമ്പഴിക്കാതെ വെച്ചിട്ടുണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ ജലീൽ ചോദിച്ചു, പെട്ടിയിൽ കണക്കുണ്ടെങ്കിൽ നമുക്കത് കമ്മിറ്റിയിൽ വെക്കണേന് എന്തെങ്കിലും ഇടക്കേടുണ്ടോ? വല്ലാതെ നിർബന്ധിച്ചപ്പോ ജലീലിന് അപ്പുറത്തെ ചുമരിന് ചാരിച്ച് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു, ജലീലെ, നമുക്ക് ഈസാ നബി മൂസാ നബി അല്ല, പൈസാ നബിയാണ് വലുത്. നക്കണ പരിപാടിയാ വലുത്, ഈസാ നബി മൂസാ നബി അല്ല. എന്താ മുസ്ലിം ലീഗിന്റെ എതിരായ ചർച്ച? ഞാൻ പറഞ്ഞു വന്നത്, ഇടതുപക്ഷത്തിനെതിരായ ചർച്ചകൾ മാധ്യമങ്ങളിൽ നടക്കുമ്പോൾ മേശപ്പുറത്ത് തൂശനില വിരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഭവങ്ങൾ ആവോളം വിളമ്പിക്കൊടുക്കാൻ ആളുകളെ ഏർപ്പാടാക്കുന്നു കേരളത്തിലെ വലതുപക്ഷ മാധ്യമ മൂരിക്കുട്ടന്മാർ. തിരിച്ചറിയണം. ഇത്രയും ഞങ്ങൾ പറയുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ചേരിക്കെതിരായി എന്തെല്ലാം കിട്ടുമോ അതെല്ലാം വലതുപക്ഷ മാധ്യമ തമ്പുരാക്കന്മാർ പിശുക്കില്ലാതെ പുലമ്പിക്കൊണ്ടിരിക്കുന്നു, പെരുമ്പറയടിച്ച് പ്രചരിപ്പിക്കുന്നു എന്നത് നാം തിരിച്ചറിയണം. അതിനെതിരായി
നല്ല ജാഗ്രത പാലിക്കണം ഈ നാട്ടിലെ എല്ലാ നല്ല മനുഷ്യരും, ഏത് പാർട്ടിയിൽപ്പെട്ടവരും.